സമുദായ നേതാവാണല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു 95 വയസ്സ് 90+ വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 90-95 വയസ്സുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കൂടെ ഒരു ആളും കൂടി ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ഈ സംഭാഷണം നടത്തുമ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ അതിന്റെ കൂടെ അജിത് ഡോവല് പറഞ്ഞ നമ്മളെ ആളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം എന്തോ ഇല്ലാന്നുണ്ടെങ്കിൽ അജിത് ഡോവലിനെ ഒരു കാരണവശാലും നരേന്ദ്രമോദിയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ഒരു ഇത് നടക്കുന്ന സമയത്തുള്ള ആളല്ല. അജിത് ഡോവൽ അവിടെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഇപ്പൊ ഇടയിൽ വന്ന് കേരളത്തിൽ വന്ന് ഒരു രഹസ്യ സന്ദർശനം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട്. പിന്നെ മൂപ്പര് മൂപ്പരെന്ന് പറയാൻ പാടില്ല, വയസ്സായിട്ടുള്ള ഒരാളാണ്. നമ്മള് കാന്തപുരം പറഞ്ഞത് പുറത്തു വന്ന് പത്രക്കാരോട് പറഞ്ഞത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതമാണ്. ആ ഒരൊറ്റ ഡയലോഗ് മതി BJPക്ക് മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും എല്ലാവരായിട്ടും ഒരേമാതിരിയുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. എല്ലാവരും പറഞ്ഞ് മാറ്റുക. മുസ്ലിം വിരോധികളാണ് BJPക്കാര്, സംഘികൾ അവർ വന്നു കഴിഞ്ഞാൽ ഇവര് പാകിസ്ഥാനിലേക്ക് നാട് കടത്തും, ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറികൾ ഉള്ള ആൾക്കാർ, പള്ളിയിലെ അച്ഛന്മാരൊക്കെ നമ്മളെ പാർട്ടിയായിട്ട് കൂടുതൽ സഹകരിക്കുന്നു, കുറെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു. വോട്ടല്ല മെയിന്. പക്ഷെ ഈ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. മൊത്തത്തില് BJP പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയല്ല ഇതിന്റെ പേര്. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ തലവനായിരുന്നു, RSSന്റെ നേതാവായിരുന്നു മോദി എങ്കിലും കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ മനുജി ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാണ്ട് RSS അല്ലല്ലോ ഭരിക്കുന്നത്. RSSൽ ഉണ്ടായിരുന്ന ആൾ തന്നെ നരേന്ദ്രമോദി പറയുന്നില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല അതിന്റെ പേര്, ഭാരതീയ ഹിന്ദു പാർട്ടി എന്നാണോ? എന്റെ അറിവിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ എല്ലാവരും സബ്കെ സാത്ത് സബ്കാ വികാസ് എന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു ഇതന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ല ചെയ്യുന്നുള്ളൂ. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി, ക്രിസ്ത്യാനികൾക്ക് ഇല്ല ഇതില്, മുസ്ലിങ്ങൾക്ക് ഇല്ല, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. മറ്റേ ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം.